ഫെഡറൽ ബാങ്കിന്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും സാമ്പത്തിക വിദഗ്ധനും ബാങ്കിംഗ് മേഖലയിലെ എക്സ്പേർട്ടുമായിട്ടുള്ള ശ്രീ ബാബു കെ ആണ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. സർ, ഇപ്പോൾ ഏതായാലും RBIയുടെ യോഗ തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്റ്റാറ്റസ് കോ നിലപാട് തന്നെയാണ് തുടർന്നിരിക്കുന്നത്. നിരക്കുകളിലൊന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. ഈ ഒരു താരിഫിന്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇക്കോണമി വളരെ റിസീലിയൻ്റ് ആണ് എന്നൊരു ഇൻഡിക്കേഷൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ ഗവർണർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രത്യേകിച്ചും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആയിരിക്കും ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു വളർച്ചയും അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യത എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു തൽസ്ഥിതി തുടർന്ന നിലപാട്, പ്രത്യേകിച്ചും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തൽസ്ഥിതി തുടർന്നൊരു നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനില്ല, നമ്മൾ ഇന്നത്തെ മോണിറ്ററി പോളിസി ഡിസിഷനിൽ റിപ്പോ റേറ്റ് സ്റ്റാറ്റസ് കോ നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തീരുമാനം മാർക്കറ്റ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനം തന്നെയാണ്. വളരെ ഒറ്റപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഒഴികെ പൊതുവെ ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ റിപ്പോ റേറ്റിൽ വീണ്ടും ഒരു കുറവുണ്ടാവില്ല എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിനുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ മോണിറ്ററി പോളിസി ഡിസിഷനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ഫ്രണ്ട് ലോഡഡ് ആയിട്ട് 50 ബേസിസ് പോയിന്റ്സിന്റെ റിപ്പോ റേറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അന്ന് വരുത്തിയ സമയത്ത് തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറും പറഞ്ഞത്, ഈ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം, ഒരു സപ്പോർട്ടിംഗ് മെഷീനറി ഫ്രണ്ട് ലോഡഡ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ ഇതുപോലെയുള്ള ഒരു ഡിസിഷൻ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതേസമയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സുചിത്രമായിട്ടുള്ള നിലപാട്, ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു എജിലിറ്റിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത്തരം തീരുമാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മളോട് മുന്നിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം കൂടെയുണ്ട്, ഒരു മെഷറും കൂടെയുണ്ട്. അത് CRR റേറ്റിൽ കൊണ്ടുവരുന്ന കുറവാണ്. ആ കുറവ് സെപ്റ്റംബർ മാസം മുതൽ നവംബർ മാസം വരെയുള്ള, അതായത് ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബർ മാസം മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ടുള്ള ഡിഫറെന്റ് ട്രാൻഷകൾ വഴി ആ 50 ബേസിസ് പോയിന്റ്സിൽ CRRൽ വരുന്ന കുറവും കൂടെ ലിക്വിഡിറ്റിയിൽ എൻഷുർ ചെയ്യാൻ സാധിക്കും എന്നാണ് കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ലിക്വിഡിറ്റി മെഷേഴ്സിന്റെ സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ മറ്റൊരു രീതിയിലുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷയില്ലായിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഇതിനെ ഡിസൈഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് കഴിഞ്ഞ മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ റേറ്റിനേക്കാൾ കുറെ കൂടെ താഴ്ന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ഫിഗർ അനുസരിച്ച് ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് 2.1% എത്തിയിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻ ഇൻഫ്ലേഷൻ റേറ്റ് 4% ആണ്. അത് 2%ന്റെ ഒരു പ്ലസ് ഓർ മൈനസ് കൂടെ നമുക്ക് അഫോർഡബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെർസെൻറ്റേജിൽ നിൽക്കുമ്പോൾ 2.1% എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഇന്ന് പറഞ്ഞതും പൊതുവെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂകൾ, ടർബുലൻസസ്, ഡിഫിക്കൽട്ടീസ് എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ വേൾഡ് എക്കോണമിയെ ബാധിക്കുക എന്നാണ്. അവിടെ ഇന്നത്തെ അനൗൺസ്മെന്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ജിയോ പൊളിറ്റിക്കൽ ചലഞ്ചസ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം യൂസ് ചെയ്തത് അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് കാര്യമായിട്ടൊരു ചലഞ്ച് ഇല്ല. പിന്നെ അവിടെ ബാക്കി നിൽക്കുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രേഡ് താരിഫിന്റെ വിഷയം തന്നെയാണ്. അതിലുള്ള ഇമ്പാക്ട് അത്രമാത്രം ഒരു ഇന്ത്യൻ ഇക്കോണമിയെ ബാധിക്കുന്ന ഒരു ഇമ്പാക്ട് അല്ല എന്നാണ് അദ്ദേഹവും വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഡാറ്റ പോയിന്റുകളെ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ ആണ് താൻ. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ റേറ്റ് സ്റ്റാറ്റസ് കോ നിലനിർത്തുകയും സ്റ്റാൻസ് ന്യൂട്രലിൽ നിലനിർത്തുകയും ചെയ്യുന്ന രണ്ട് തീരുമാനങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ള, റേഷണൽ ആയിട്ടുള്ള തീരുമാനമാണ്.